ഹായ് ഫ്രണ്ട്സ്, HSA ഫിസിക്കൽ സയൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ടിക്കിൾ ഡൈനാമിക്സ് എന്ന ടോപ്പിക്കിൻ്റെ ക്ലാസ്സാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൊമെൻറ്റവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് അല്ലേ? എന്താണ് മൊമെൻറ്റം? ചലിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് മൊമെൻറ്റം. ഇത് മാസിൻ്റെയും പ്രവേഗത്തിൻ്റെയും ഗുണനഫലമാണ് എന്നും നമ്മൾ പഠിച്ചു. കൂടാതെ എന്താണ് മൊമെൻ്റ് വ്യത്യാസം എന്നും നമ്മൾ പഠിച്ചു അല്ലേ? അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലംസും നമ്മൾ ചെയ്തു. മൊമെൻ്റ് വ്യത്യാസം അഥവാ ആക്ക വ്യത്യാസം എന്ന് പറയുന്നത് അന്ത്യ ആക്കത്തിൽ നിന്ന് ആദ്യ ആക്കം കുറച്ചത് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊമെൻ്റ് വ്യത്യാസ നിരക്കിനെ പറ്റിയാണ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. എന്താണ് മൊമെൻ്റ് വ്യത്യാസ നിരക്ക്? ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടായ മൊമെൻ്റ് വ്യത്യാസത്തെയാണ് മൊമെൻ്റ് വ്യത്യാസ നിരക്ക് എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ മൊമെൻ്റ് വ്യത്യാസ നിരക്ക് കണ്ടെത്താൻ മൊമെൻ്റ് വ്യത്യാസത്തെ സമയം കൊണ്ട് ഹരിച്ചാൽ മതി. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലം ഇതാണ്: 100 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനം ആരംഭിച്ച് 4 സെക്കൻഡിൽ 30 മീറ്റർ/സെക്കൻഡ് പ്രവേഗം കൈവരിക്കുന്നു എങ്കിൽ ആ വസ്തുവിൻ്റെ ആദ്യ മൊമെൻറ്റം എത്ര, അന്ത്യ മൊമെൻറ്റം എത്ര, മൊമെൻ്റ് വ്യത്യാസം എത്ര, മൊമെൻ്റ് വ്യത്യാസ നിരക്ക് എത്ര? എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? മാസ് തന്നിട്ടുണ്ടല്ലേ, 100 കിലോഗ്രാം. ടൈം തന്നിട്ടുണ്ട് 4 സെക്കൻഡ് എന്ന്. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗം 0ആണ്. ഫൈനൽ വെലോസിറ്റിയോ? ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് 30 മീറ്റർ/സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആദ്യ മൊമെൻറ്റമാണ്. ഇനീഷ്യൽ മൊമെൻറ്റം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മാസിനെ ഇനീഷ്യൽ വെലോസിറ്റി കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0 എന്നാണ്. കാരണം ഇനീഷ്യൽ വെലോസിറ്റി 0ആണ്. സോ ഇനീഷ്യൽ മൊമെൻറ്റവും 0ആണ്. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അന്ത്യ മൊമെൻറ്റമാണ്. അന്ത്യ മൊമെൻറ്റം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അന്ത്യ മൊമെൻറ്റം കണ്ടുപിടിക്കാനായി മാസിനെ അന്ത്യപ്രവേഗം കൊണ്ട് ഗുണിച്ചാൽ മതി. സോ നമുക്ക് കിട്ടുന്ന ആൻസർ 3000 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് എന്നാണ്. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൊമെൻ്റ് വ്യത്യാസമാണ്. മൊമെൻ്റ് വ്യത്യാസം കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? അന്ത്യ മൊമെൻറ്റത്തിൽ നിന്ന് ആദ്യ മൊമെൻറ്റം കുറച്ചാൽ മതി. ഇവിടെ അന്ത്യ മൊമെൻറ്റം എന്ന് പറയുന്നത് 3000 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടിയിട്ടുണ്ട്. ആദ്യ മൊമെൻറ്റം 0ആണ് എന്ന് കിട്ടി. സോ മൊമെൻ്റ് വ്യത്യാസം എന്ന് പറയുന്നത് അത്ര തന്നെയായിരിക്കും, 3000 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് തന്നെ ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൊമെൻ്റ് വ്യത്യാസത്തിൻ്റെ നിരക്കാണ്. മൊമെൻ്റ് വ്യത്യാസത്തിൻ്റെ നിരക്ക് എങ്ങനെ കണ്ടെത്താം? മൊമെൻ്റ് വ്യത്യാസത്തെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ മൊമെൻ്റ് വ്യത്യാസം 3000 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടിയിട്ടുണ്ട്. അതിനെ 4 സെക്കൻഡ് എന്ന ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മൊമെൻ്റ് വ്യത്യാസത്തിൻ്റെ നിരക്ക് കിട്ടും. നമുക്ക് കിട്ടുന്ന ആൻസർ 750 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്നാണ്. സോ നിങ്ങൾക്ക് ആദ്യ മൊമെൻറ്റം, അന്ത്യ മൊമെൻറ്റം, മൊമെൻ്റ് വ്യത്യാസം, മൊമെൻ്റ് വ്യത്യാസത്തിൻ്റെ നിരക്ക് തുടങ്ങിയ ആശയങ്ങൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ പോകുന്നത് ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമത്തെ പറ്റിയാണ്. എന്താണ് ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം പറയുന്നത്? ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം ഇങ്ങനെയാണ്: ഒരു വസ്തുവിനുണ്ടാകുന്ന മൊമെൻ്റ് വ്യത്യാസത്തിൻ്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതത്തിലായിരിക്കും. മൊമെൻ്റ് വ്യത്യാസം ഉണ്ടാകുന്നത് പരിണിത ഫലത്തിൻ്റെ ദിശയിലായിരിക്കും. ഇനി നമുക്ക് ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം ഗണിത രൂപത്തിൽ എഴുതി നോക്കാം. അതായത് m മാസുള്ളൊരു വസ്തു u എന്ന പ്രവേഗത്തോടെ ചലിക്കുന്നു എന്ന് കരുതുക. t സമയത്തേക്ക് F ബലം പ്രയോഗിച്ചപ്പോൾ അതിൻ്റെ പ്രവേഗം v ആയി മാറുന്നു. വസ്തുവിൻ്റെ ആദ്യ പ്രവേഗം u ആണ്, അന്ത്യപ്രവേഗം v ആണ്.
സോ ആദ്യ മൊമെൻറ്റം എന്ന് പറയുന്നത് എം യു ആണ്, അന്ത്യ മൊമെൻറ്റം എന്ന് പറയുന്നത് എം വി ആണ്. മൊമെൻ്റ് വ്യത്യാസം എം വി മൈനസ് എം യു ആണ്. സോ മൊമെൻ്റ് വ്യത്യാസത്തിൻ്റെ നിരക്ക് നമുക്ക് എങ്ങനെ എഴുതാം? എം വി മൈനസ് എം യു ബൈ ടി. സോ ഈ ഇക്വേഷനെ നമുക്ക് എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി എന്ന് എഴുതാം. എന്താണ് വി മൈനസ് യു ബൈ ടി? നമുക്കറിയാം വി മൈനസ് യു ബൈ ടി എന്ന് പറയുന്നത് ത്വരണമാണ് അല്ലെങ്കിൽ ആക്സിലറേഷൻ ആണ്. സോ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? അതായത് മൊമെൻ്റ് വ്യത്യാസ നിരക്ക് നമുക്ക് എന്തായിട്ട് എഴുതാം? എം എ എന്ന് എഴുതാം അല്ലേ? ഇനി ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം എന്താണ് പറയുന്നത്? ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന അസന്തുലിത ബാഹ്യബലം ആ വസ്തുവിൻ്റെ മൊമെൻ്റ് വ്യത്യാസത്തിൻ്റെ നിരക്കിന് നേരനുപാതത്തിലാണ് എന്നാണ് പറയുന്നത് അല്ലേ? സോ മൊമെൻ്റ് വ്യത്യാസത്തിൻ്റെ നിരക്ക് എം എ എന്ന് നമുക്ക് കിട്ടി. സോ ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം അനുസരിച്ച് എഫ് പ്രൊപ്പോർഷണൽ ടു എം എ ആണ് എന്ന് നമുക്ക് കിട്ടും. പ്രൊപ്പോർഷണാലിറ്റി ചിഹ്നം മാറ്റാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മതി. സോ നമുക്ക് കിട്ടും എഫ് ഈക്വൽ ടു കെ എം എ. കെയുടെ വാല്യൂ 1 ആവുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവും? എഫ് ഈക്വൽ ടു എം എ. ബലം അളക്കുന്നതിനുള്ള ഇക്വേഷനാണ് എഫ് ഈക്വൽ ടു എം എ. നമ്മൾ ഓൾറെഡി പഠിച്ചു ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം ബലത്തെയും ജഡത്വത്തെയും നിർവചിക്കുന്നു എന്ന്. എന്നാൽ രണ്ടാം ചലന നിയമം ബലം അളക്കുന്നതിനായിട്ടുള്ള ഒരു സമവാക്യമാണ് നമുക്ക് തരുന്നത്. എന്താണ് ആ സമവാക്യം? എഫ് ഈക്വൽ ടു എം എ. ഓർമ്മിച്ച് വെക്കണം. ഇനി ബലത്തിൻ്റെ SI യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. 1 കിലോഗ്രാം മാസുള്ള വസ്തുവിൽ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം ഉണ്ടാക്കാൻ ആവശ്യമായ ബലമാണ് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്നും ഓർത്തു വെക്കുക. ഇനി നമുക്ക് ബലം കണ്ടെത്താനുള്ള കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: 20 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൽ 40 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചു കൊണ്ടിരുന്നാൽ ഉണ്ടാകുന്ന ത്വരണം എത്ര എന്നുള്ളതാണ്. തന്നിരിക്കുന്നത് മാസും അതുപോലെ തന്നെ ബലവുമാണ്. കണ്ടുപിടിക്കേണ്ടത് ത്വരണമാണ്. നമുക്കറിയാം എഫ് ഈക്വൽ ടു എം എ ആണ്. അതിൽ നിന്ന് ആക്സിലറേഷൻ അഥവാ ത്വരണം കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ബലത്തെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്ക് കിട്ടുന്ന ആൻസർ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 12 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണത്തോടു കൂടി ചലിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബലം കണക്കാക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ? നമുക്കറിയാം ബലം എഫ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. മാസും ആക്സിലറേഷനും തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ബലം കണ്ടുപിടിക്കാം. നമുക്ക് കിട്ടുന്ന ആൻസർ 48 ന്യൂട്ടൺ എന്നാണ്. ഇന്ന് നമ്മൾ പഠിച്ചത് ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമത്തെ പറ്റിയാണ്. ബലം അളക്കുന്നതിനുള്ള സമവാക്യവും നമ്മൾ പഠിച്ചു, എഫ് ഈക്വൽ ടു എം എ. ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആവേഗ ബലത്തെ പറ്റിയും അതുപോലെ ആവേഗ ആക്ക തത്വത്തെ പറ്റിയുമാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.